ഗൈസ് എല്ലാവർക്കും വി ടോക്സിലോട്ട് സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ ഇങ്ങനെ കുറെ പിസ്സ ബർഗർ അങ്ങനത്തെ കുറെ ഐറ്റംസ് നമ്മൾ വാങ്ങി കഴിച്ചല്ലോ അല്ലേ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിൽ ഒരു കുക്കിംഗ് ആണ് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോ അതായത് നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ, 2 ടീമായിട്ടാണ് ഇന്ന് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. സോ 2 ടീമായിട്ട് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബർഗർ കുക്ക് ചെയ്യുന്ന നമ്മൾ ഇന്ന് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പൊ ഒന്ന് ബർഗർ കുക്കിംഗ് ചാലഞ്ച് ആണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗൈസ് അപ്പോൾ ടീമായിട്ടാണ് മത്സരിക്കുന്നത്. സോ നമ്മൾ ഒരു ടീം നോക്കുകയാണെങ്കിൽ ഞാനും കൊമ്പനാണ് ടീം, റാഷിക്കും കൊമ്പനാണ് ടീം. ആൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് ടീം നോക്കുകയാണെങ്കിൽ നമ്മുടെ എഡ്വിൻ BCB അതുപോലെ തന്നെ നമ്മുടെ ഡോം ആണ് സെക്കൻഡ് ടീം എന്ന് പറയുന്നത്. ചാലഞ്ച് എന്ന് വെച്ചാൽ ഒരു ടീമിന് 200 rupees ആണ് തരുന്നത്. 200 രൂപയോ? യെസ്. കേരളത്തിലെ ആൾക്കാരുടെ ബർഗർ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? 2 ബണ്ണ്, ഒരു കട്ട്ലേറ്റ്, 2 സവാള, 200 രൂപ. ഗൈസ് ഓക്കെ, സോ ഒരു ടീമിന് 200 rupees കൊടുക്കും. നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു വെജ് ബർഗർ ആണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ബർഗറിന്റെ ഇടയിൽ ഒരു വെജിന്റെ ഒരു കട്ട്ലറ്റ് പോലുള്ള സംഭവം വെക്കണ്ടേ, അത് നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം. അവിടെയാണ് നമ്മൾ ചാലഞ്ച്. അല്ലാണ്ട് ഒരു ബണ്ണ് വാങ്ങി ഇടയിൽ കൂടെ കട്ട്ലറ്റ് വാങ്ങി വെക്കലല്ല ചാലഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നോ അവർക്കായിരിക്കും പ്രൈസ്. പക്ഷെ ഇതൊന്നും തീരുമാനിക്കാൻ ഞാനോ നമ്മളോ അല്ല. അതിനുവേണ്ടി നമ്മൾ പുതിയ ഒരാളെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അവസാനം അതൊക്കെ സ്പെഷ്യൽ, അതൊക്കെ സർപ്രൈസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. സോ അപ്പോൾ 200 rupeesൽ ഏറ്റവും അടിപൊളിയായിട്ട് ബർഗർ ഏത് ടീമാണ് മേക്ക് ചെയ്യുന്നത് അവരായിരിക്കും നമ്മുടെ ഈ ചാലഞ്ചിൽ വിന്നർ എന്ന് പറയുന്നത്. അപ്പൊ ടീം റെഡി അല്ലേ? ടീമിന്റെ പേരുണ്ടോ? എന്താണ്? ടീം തടിയൻ. എന്താ കുഴപ്പം? എന്താ തടിയൻസ്? നമ്മള് തീരുമാനിച്ചത് എന്താ? ഒരു പേര് പെട്ടെന്ന് തീരുമാനിക്കട്ടെ. തടിയൻസ് vs മെലിയൻസ് ഉള്ള മത്സരമാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടീം നമ്മുടെ ബർഗർ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോകണം. വാങ്ങാൻ പോകുന്ന ക്ലിപ്സ് ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ചാലഞ്ച് തുടങ്ങാം. റെഡി അല്ലേ? നമ്മൾ ചാലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോ നിൽക്കുന്നത് ഡിമാർട്ടിലാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഒരു തേങ്ങ അറിയത്തില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കൂടെയുള്ള മെയിൻ ഫുഡിനെ വിളിക്കാം. ഫസ്റ്റ് നമ്മൾ റൈസ് ഫ്ലേക്സിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഇവിടെ ഇതിന് എന്തായാലും 18 രൂപ ഉണ്ട്. ഇനി അടുത്ത് എന്താ? 2 കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 വെളുത്തുള്ളി, 1 മല്ലിയില. നമ്മളിപ്പോ രണ്ടാമതൊരു വെജിറ്റബിൾ ഓർഡറാണ് വന്നത്. വെജിറ്റബിൾസ് കുറച്ച് സാധനം കൂടി മേടിക്കാണ്ടായിരുന്നു. ഇപ്പൊ എത്ര എമൗണ്ട്? എത്ര ടോട്ടൽ? 70 രൂപ. ഇനി ഞാൻ പറയാം, ഒരു ബണ്ണ് മേടിക്കുന്നത് അതുകൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ബൂട്ട് ക്യാമ്പിലേക്ക് പോകാൻ. അപ്പൊ എന്തായാലും നമ്മൾ പച്ചമുളക് മേടിക്കാൻ വിട്ടുപോയി. ഓർഗാനിക് ആയിട്ട് ഇവിടെ വളർത്തുന്ന പച്ചമുളക് എന്നൊക്കെ അങ്ങനെ പറയുന്നത്. ആണ്ട് ഇത് പച്ചമുളകല്ല, കാന്താരി അല്ലേ? പച്ചമുളക്, ഇത് ചെറിയ പച്ചമുളക്. പച്ചമുളക് പറിക്കുന്നു. ഇതെല്ലാം കാണുന്നുണ്ട്. ഏകദേശം നമുക്ക് അറൗണ്ട് 150. ഇപ്പൊ എന്തായാലും ബാക്കിയോട് സെറ്റ് ചെയ്തിട്ട് കാണാം. അതായത് എന്ന് വെച്ചാൽ ഇതില് ബർഗറിന്റെ ഇടയിൽ നമ്മൾ മാക്സിമം ഐറ്റംസ് കയറ്റിയിട്ട് നമുക്ക് ഇതിങ്ങനെ വലുതാക്കണം. അതിനാണ് നോക്കുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും തക്കാളി എടുക്കാം. തക്കാളിയും ക്യാപ്സിക്കവും സവാള, മറ്റേ ഇല ഉണ്ടല്ലോ, ഇല മറ്റേ അതിന്റെ ഇടയിൽ ഒരു പച്ച ഇല, ഒരു പച്ച കളറുള്ള ഒരു ഇല വെക്കുമല്ലോ, അതിന്റെ പേര് തൽക്കാലം വല്ല പ്ലാവിന്റെ എടുത്തിട്ടുണ്ട്. നമ്മള് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് എന്താ മറ്റേ കൊട്ടങ്ങ നിറഞ്ഞു. വെജ് കടലിൽ മുട്ടിടും മണ്ടൻ. നല്ല കാര്യം. ഇത് 2 മതിയടാ. ഇച്ചിരി കൂടിയോന്ന് സംശയം. കൊമ്പന് ഒരു പോതി ഇത് സാധനം കൂടി അതിൽ ആഡ് ചെയ്താലോ. ഇങ്ങനെ ഫൈനലി കറക്റ്റ് ബർഗർ ബണ്ണിന്റെ ഗൈസ് ഇവിടെ ഉണ്ട്. ബ്രെഡിന് പകരം 2 ബണ്ണ് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മിക്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത്രയും സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി എടുക്കേണ്ടത് ഗൈസ് നമുക്ക് ഈ ക്യാബേജ് ആണ്. മല്ലിയില വേണം ഗൈസ്. ഒരു സർപ്രൈസ് കാണിച്ചാൽ നമ്മൾ ബില്ലടിച്ചപ്പോൾ ടോട്ടൽ 200.70 പൈസ. അത് എൻ്റെ ഈ തീർന്ന സാധനം കാരണമാണ് പൈസ കൂടിയത്. യെസ് ഗായ്സ്, അപ്പോൾ 190 നമ്മളെല്ലാം വാങ്ങിയിട്ട് നമുക്ക് ബാക്കി കുക്ക് ചെയ്യാം. സോ ഗായ്സ്, ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ടീമിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ 2 ടീമുകൾ ഇവിടെ കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ടീം മെലിയൻസും അതുപോലെ തന്നെ ടീം തടിയൻസും ഗായ്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ സ്റ്റൗവും പാനും അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ പേര് ചട്ടിയല്ല, കൊട്ട. പിന്നെ അതുപോലെ തന്നെ ഗായ്സ്, ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഉപ്പുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇത് ഗരം മസാല. പിന്നെ ഗായ്സ്, ഓക്കെ, നമ്മൾ കുറച്ച് അതല്ല, ഇത് മൊത്തത്തിൽ എടുത്തത്. ഇതിൽ ആവശ്യമുള്ള ഉപയോഗിച്ച് ഉണ്ടാക്കാം, അല്ലാണ്ട് ഇത് മൊത്തം ഉപയോഗിക്കണമെന്നില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ എല്ലാം റെഡിയാണ്. സോ അപ്പൊ തുടങ്ങിയാലോ നമുക്ക്. ഇതിന്റെ റിസൾട്ട് ടേസ്റ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ടുള്ള ആളവിടെ റെഡിയാണ്. നിങ്ങൾ ടോട്ടൽ പർച്ചേസ് എത്ര എമൗണ്ട് ആയി? 175 രൂപ. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്തത് 200.75 പൈസ ആയിരുന്നു ഗൈസ്. ഓക്കെ, അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് 200 rupees കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് തന്നിട്ടുണ്ട്. 75 പൈസ ഇച്ചിരി കൂടി. അത് വീഡിയോ കണ്ടു. അപ്പൊ നമ്മുടെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ലെറ്റ്സ് ഗോ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്,
കുറച്ച് ഗ്രീൻ ബീൻസ് സാധനങ്ങൾ നമ്മള് തൊലി ഉരിക്കണം. ഇത് മിക്കവാറും മറ്റേ ഇതാവും മസാല ദോശ അങ്ങനെ വല്ല ആവാൻ ചാൻസ്. കുനുകുനാന്നറിയണ അത് പറയണ്ടേ. ഒരു വേറെ കാര്യം, ഏറ്റവും നന്നായി കുക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആരാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തോളൂ. നമ്മള് കുറച്ച് ഗ്രീൻ പീസ് കട്ട് ചെയ്ത ക്യാരറ്റ് അരി. സ്മെല്ല് വരുന്നില്ല. കണ്ടില്ല, കാണാൻ എടേ കുറച്ച് ബട്ടർ ചൂടാക്കി കുറച്ച് വെജിറ്റബിൾ ഇട്ട് എന്തായാലും സ്മെല്ല് വരും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊന്നും വേണ്ട. സ്മെല്ലല്ല വേണ്ട, നമുക്ക് വേണ്ട ടേസ്റ്റാ. ഇത് വേണ്ടല്ലോ. എന്തിനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ ജീരക സോഡ ഉണ്ടാക്കാനോ? വിറകണ്ട കൂടെ ജീരക സോഡ. ഇനി നമ്മള് ലോ ഫ്ലെയിമിലോട്ട് ആക്കുന്നു. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയട്ടെ ഞങ്ങള്. നമ്മള് പച്ചമുളക് എവിടെ? പച്ചമുളക്. അപ്പൊ നമ്മുടെ പച്ചമുളക് കുനുകുനാന്നറിയാൻ പോകും. പിടിക്കാതെ പോലും അറിയാത്തവരെ കൊണ്ട് ചാലഞ്ച് ചെയ്യിപ്പിച്ച ബീടോക്സിനെ പറഞ്ഞാൽ മതി. ലീഡർ പണിയെടുത്തു. അപ്പൊ നമ്മൾ ഇനി കുറച്ചേരം ഇങ്ങനെ ഇളക്കണം. ഇത് സത്യം പറഞ്ഞ ഈ കുക്കിംഗ് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. നല്ല രീതിയിൽ ഉരുളക്കിഴങ്ങൊന്ന് ചതക്കുന്ന. വെന്തില്ല കിടില ഉരുളക്കിഴങ്ങ്. ഇത് അവസാനം ഉരുളക്കിഴങ്ങ് ബജ്ജിയാവും. ഇനിയാണ് ഇതിന്റെ ഒരു മാജിക് വരുന്നത്. പൊട്ടിത്തെറിക്കോ? പൊട്ടിത്തെറിക്കില്ല. ഇത് നമ്മളിത് കുറച്ചു നേരം തണുപ്പിക്കാൻ മാറ്റി വെക്കുന്നു. അത് ഇത് വെച്ചിട്ട് പരത്തടാ. ഇങ്ങനെ വരത്താനാ? അങ്ങനെയല്ലല്ലോ, അത് കുഴപ്പമില്ല. ഇത് ചപ്പാത്തിയാ. പാറ്റി നമ്മളെന്തായാലും തീർന്നിട്ടുണ്ട്. ഇനി പാറ്റി കാണിച്ചിടും. ഇപ്പൊ താഴെ വീഴുന്നത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പാനില്. അല്ല, ഇതൊന്ന് ബട്ടർ ബണ്ണാണോ അതോ ബർഗറാണോ ഉണ്ടാക്കുന്നത്? ഗൈസ്, അപ്പൊ അവരുടെ സമയം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം അപ്പൊ ഇനി നമ്മുടെ തടിയൻസിന്റെ വെജ് ബർഗർ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാൻ എന്തായാലും കിഴങ്ങ് പൊളിക്കട്ടെ കേട്ടോ. വെജ് ബർഗറിന് വേണ്ടി എടുത്തിരിക്കുന്നത് നോർമലി നമ്മുടെ എടുത്ത സാധനമുണ്ട്. അതല്ലാതെ ഗൈസ് ബ്രെഡ് പൊടിച്ചുണ്ട്. ഗൈസ് നമ്മുടെ ഉള്ളിലെ പാറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് പൊടിയുണ്ട്, വേറെ പൊടിയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മല്ലിയില ആൻഡ് മറ്റേ ചൈനീസ് ക്യാബേജ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ കുക്കുംബർ ആൻഡ് ടൊമാറ്റോ ആൻഡ് ഓണിയൻ. ഞാനിവിടെ ഓൾമോസ്റ്റ് ഇവിടെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ നൈസായിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കുരുകുരാന്ന് നമ്മുടെ കിഴങ്ങ് അരിഞ്ഞോണ്ടിരിക്കുക. എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റിയത്. ഇതില് നമ്മള് കുറച്ച് ഗ്രീൻ പീസ് നമ്മുടെ കൊമ്പൻ അരിഞ്ഞ ഉരുളക്കിഴങ്ങിനാണ് ഇതിലോട്ട് പോകണം. നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാരറ്റ്, പിന്നെ ഗരം മസാല, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ജീരകം ഇട്ടോ. ജീരകം ലേശം മതി. ജീരകം ഓവറായി കഴിഞ്ഞാൽ ചവർപ്പ് വരും. അതുകൊണ്ട് കുറച്ച് ലേശം അത്ര. ഇത് നമ്മൾ നന്നായി ഇത് കുഴച്ചെടുക്കുക. മല്ലിയില ഇട്ടായിരുന്നോ? അയ്യോ, മല്ലിയില ഇട്ടു. മെയിൻ സാധനമാണ് കാര്യം മറന്നത്. ഞാൻ അരിഞ്ഞോളാം. ഇച്ചിരി മല്ലിയില. നോക്ക്, മധുരം നോക്ക്. ഞാൻ വരലെടുത്തിട്ടോ. എന്തെങ്കിലും കുറവുണ്ടോ? ഇച്ചിരി മഞ്ഞപ്പൊടി കൂടിയുണ്ട്. ഇച്ചിരി ഇതിട്ടാ മതി, എരിവിട്ടാ. പിന്നെ കുരുമുളക് പൊടി എടുക്കായിരുന്നു. പരത്തി കിട്ടാ ചെറുപറ. Basically, I am a cook. Chef. I like cooking. My father is cooker. So I know little bit cooking also. Chinese cabbage. അപ്പോൾ ഞാൻ ബണ്ണ ഷോട്ടിരിക്കുകയാണ്, മുറിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ കറക്റ്റ് നമ്മൾ ബർഗറിന്റെ ബണ്ണ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് കട്ടായി പോകും. ഓക്കെ. അത് കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് റാഷിദി. അത്രേ ഉള്ളൂ റാഷിദി. നമുക്കിപ്പോ ബർഗർ, ഞങ്ങൾക്കിപ്പോ വെജ് ബർഗർ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വെജ് ബർഗറും ചിക്കൻ ബർഗറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഞങ്ങൾ ഉണ്ടാക്കി തെളിയിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പറ്റുന്നതാണ്. അതെ, ഈസി ഗൈസ്. അതാണ് ബർഗർ സെറ്റാക്ക്. ഇപ്പുറത്ത് ഈ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് മയണൈസ് പാറ്റിയുടെ ഒക്കെ ഇടുന്നുണ്ട്. വെക്കല്ലേ. ഇതിനകത്ത് എണ്ണ നമുക്ക് ആദ്യം മാറ്റിക്കണം. നൈസ് ഐഡിയ റാഷിദി. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ഇത് കുറച്ച് സ്ഥലം ഒന്ന് എവിടെ വെക്കട്ടെ. നല്ല ചൂട് കാണാൻ ഭംഗിയൊക്കെ ബർഗറിന്റെ ഇതൊക്കെ ഉണ്ട്. ഇതിന് മുകളിലോട്ട് നമ്മൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമ്മൾ ആ കോൺഫ്ലവർ ചേർക്കാത്തതുകൊണ്ടാണ് അത് പിടിച്ചിരിക്കാത്തത്. ലാസ്റ്റ് ആണ് മോനെ പറയണേ.
വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ദോഫേട്ടാ. ആ അവിടെ തിന്നലും ഇതൊക്കെ കഴിഞ്ഞാ എന്താ അല്ല അത് വെറുതെ വേണോ ചേച്ചി പണ്ടോ പോയിന്റ് ഉറക്കിയോ? ഇപ്പൊ കളറൊക്കെ മാറിയല്ലോ. കളറാ പാറ്റി പിന്നെ കറുത്തല്ലേ ഇരിക്കുക. കറുത്ത പാറ്റിയാ? പിന്നല്ലാതെ പാറ്റി കറുത്തിരിക്കുന്നത് പിന്നല്ലാതെ അതറിയത്തില്ലേ. സൂപ്പർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ പാറ്റി ഏറെപ്പുറം ആയിട്ടുണ്ട്. അങ്ങനെ എടുക്കല്ലേ അത്. കുഴപ്പമില്ല. ഓക്കെ സോ അപ്പോൾ നമുക്ക് സെറ്റാക്കാം. മിക്സ് സെറ്റ്. ഗായ്സ്, അപ്പോൾ നമ്മളിതാ സവാള വെക്കുന്നത് ബർഗർ എടുത്ത് കാണിക്കാം. ആഹാ, ഇവിടെ നമ്മുടെ ലീഫ് വെക്കുക. ഓ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ റാഷി ടി പി. അത് കൊമ്മനെ കണ്ടുപിടിച്ചത് എന്താ ഒന്നും ഇല്ലേ? ഒന്നും പറയാനില്ലേ? ഓ ഗായ്സ്, look at ദിസ് ഈസ് അവർ ബർഗർ. നമ്മുടെ ബർഗർ റെഡി. ഗായ്സ്, അപ്പോൾ നമ്മൾ രണ്ട് ടീമിലെയും ബർഗർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് ക്ലൂ ഉണ്ടോ? സോ ക്ലൂ വരുമ്പോൾ കണ്ട് കാണുമല്ലോ. ഓക്കെ സോ ഗായ്സ്, ഓക്കെ അപ്പോൾ നമ്മുടെ എന്തായാലും കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ടീം മെലിയൻസിന്റെയും ടീം തടിയൻസിന്റെയും ഇവിടെ കുക്കിംഗ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഗായ്സ്. ഓക്കെ, നമ്മുടെ രണ്ട് വെജ് ബർഗർ ആണ് നമ്മൾ എന്തായാലും നമ്മുടെ ചാലഞ്ചിൽ നമുക്ക് കിട്ടിയത്. സോ വെജ് ബർഗറിനകത്ത് എന്ത് ഈ മൈനൈസ് അതൊക്കെ അവരുടെ ഇഷ്ടം. അതിൽ ചിലപ്പോൾ ചിക്കനും മറ്റേ മട്ടനൊക്കെ ഉണ്ടാവും വെജ് ബർഗറിൽ. അതൊക്കെ അവരുടെ കലാപരിപാടി. അത് വേറെ കാര്യം. സോ എന്തായാലും ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് ഇതിന്റെ റിസൾട്ട് ഏത് ബർഗറാണ് കൂടുതൽ ടേസ്റ്റി എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി നമ്മുടെ ഗസ്റ്റിനെ വിളിക്കേണ്ടതുണ്ട്. സോ അപ്പോൾ എന്തായാലും നമ്മൾ വെജ് ബർഗറാണ് നമ്മുടെ ഇന്നത്തെ ചാനലിൽ നമുക്ക് കിട്ടിയത്, നമ്മൾ ട്രൈ ചെയ്തതും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗസ്റ്റ് വിളിക്കാം. സോ റെഡി അല്ലേ? സോ ദ സ്പെഷ്യൽ 2 ഗസ്റ്റ് ഉണ്ട്. ഒരു ചെറിയ ഗസ്റ്റും ഒരു വലിയ ഗസ്റ്റുമാണ്. പെട്ടെന്ന് വരുന്നതാണ്. ഓടി ഇതവിടെ സെന്ററിലെന്തോ. ഓക്കെ, അവിടെ സെന്ററിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇത് സേഫ് ആണ്. ഇതിന്റെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ല. കുട്ടീനെ മനസ്സിലാക്കാൻ നോക്കുന്നുള്ളൂ. അത് അവരുടെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യമാണ് അതല്ല, ഇവരെന്താ പറഞ്ഞത്? ഇത് നല്ലതാണെങ്കിൽ ഇത് നല്ലതാണ് പറഞ്ഞ ഒരു ചോക്ലേറ്റ് മേടിച്ചത്. ഞാനല്ലേ. ഓക്കെ, സോ ഏതാണ് ആദ്യം കഴിക്കേണ്ടത്? ലെഫ്റ്റ്. ശരിക്കും എനിക്കൊരു ഉറക്ക സീനുണ്ട്. ചെറുതും തുടങ്ങാം. ടീം ഇപ്പൊ പറയരുത്. മുഖം മാറല്ലേ? ഇഷ്ടമല്ലെങ്കിൽ മുഖം മാറല്ലേ? ഇതിൽ എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത്? അത് ഇതായിട്ട് മയനൈസ് ഉണ്ട് ഇതിനകത്തെ സാധനത്തിൽ. ഇതെന്താ പരിപ്പൂടയാ? പരിപാടിയല്ല, നമ്മള് ഒരു വെജ് കട്ട്ലേറ്റ് ആണ് ഉദ്ദേശിച്ചത്. അവർ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ചതും വെജ് ബർഗർ കട്ട്ലേറ്റ്. ബർഗർ പാറ്റി, വെജ് പാറ്റി. ഇത് മറ്റേ ടേസ്റ്റ് ചെയ്ത് കഴിക്കാം. യെസ് ഇത് മോൾ ഭാഗം, ദറ്റ് ഭാഗം അങ്ങനെയാണ്. ഇതിൽ ക്യാപ്സിക്കോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചല്ലേ? അതെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ബർഗറിന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റ് അതാണ്. അത് ശരിയാണ്. കുറച്ച് പച്ചക്കറി ഉള്ളതുകൊണ്ട് അതിന് ടേസ്റ്റ് ഉണ്ടോ? പാറ്റിന്റെ ടേസ്റ്റ് എന്തോ. ഇവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഇതായിരിക്കും. ഇവള് കൂടുതൽ ഇതാ. ചെറുതായതുകൊണ്ട് വയലെ കടിക്കാൻ പറ്റും. ഇനി അത് കടിക്കുന്നില്ല. ബഡ്ജറ്റ് ഒന്നും ഇല്ലല്ലോ. 200 rupees ആണ് ബഡ്ജറ്റ് ഇട്ടത്. 200 rupees. അവര് 170 rupees. ഇതായി പോയേ. അത് ചെറുതായി പോയതാ. നമ്മള് മാക്സിമം 200ലേക്ക് എത്തിച്ചില്ല. 170 നമ്മള് 200 കറക്റ്റ് 200. നമുക്ക് ഒരു ടീമിന് 200 rupees ആണ് മാക്സിമം. നമ്മളവിടെ പിടിക്കാൻ നോക്കി. പിടിച്ച് ചില സ്ഥലത്ത് നിന്നൊക്കെ ഇതില് മയനൈസിന്റെ ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അല്ലേ അമീസ? ഇതിൽ കൂടുതൽ മയനൈസ് അല്ലേ?
ഇതിൽ മൈനസ് ഒരു തുള്ളി ഇട്ടില്ല. വെജ് ബർഗർ ആയതുകൊണ്ട് മറ്റേ മൈനസ് ഒന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. വെജ് മയനൈസ് ഉണ്ട്. അല്ല എനിക്ക് കുറച്ച് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ഇതാണ്. അതില് ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് ആണ് ഇപ്പൊ മൊത്തത്തിലാ. അല്ലല്ല പാറ്റി മാത്രമായിട്ട് കഴിച്ചിട്ട് പറഞ്ഞുതരാം. പാറ്റി മാത്രം ഒന്നുകൂടെ പറയാം. ഞാനും കൂടെ അതിന് ലുക്ക് ഉണ്ട്. അതിന്റെ പാറ്റി മാത്രം കഴിക്കണം. അതിന്റെ പാറ്റിയില് മയനൈസ് മുങ്ങിയിരിക്കണം ഇതിൽ പാറ്റി എവിടെ? ഇത് പരിപ്പുട, തൈര് മുക്കിയ പരിപ്പുട. അയ്യോ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ട്. അതാ ബെറ്റർ. ഇത് 1.5 മണിക്കൂറിൽ ഉണ്ടാക്കിയത്, ഇത് 15 മിനിറ്റിലുണ്ടാക്കിയത്. തമ്മിലെ വ്യത്യാസം 20 മിനിറ്റിന്റെ ബർഗർ, ഇത് 1.5 മണിക്കൂർ. ഇഷ്ടപ്പെട്ടെ ഇതാണോ അതാണോ? ഇതിലേതാ ഇഷ്ടപ്പെട്ടു? രണ്ടെണ്ണം ഉള്ളൂ, 2 ഓപ്ഷൻ. ഇഷ്ടപ്പെട്ടത് ഏത് വേണേ പറയാം. നോ പ്രോബ്ലം. എന്നെ നോക്കണ്ട. ടേസ്റ്റ് ഇതാണ്. തോന്നിയില്ലടാ എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞ തോന്നുള്ളത്. ഒഫീഷ്യലായിട്ട് പറഞ്ഞോളി ആരാണ് വിന്നർ എന്നുള്ളത്. നിങ്ങളുടെ ടീമിന്റെ പേരെന്തായിരുന്നു? ഇത് മെലിയൻസ്. ഇതെന്താ മറ്റേ ലീഫ് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ വിന്നർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തടിയൻസ് ടീമാണ് വിജയിച്ചിരിക്കുന്നത്. പ്രോത്സാഹന സമ്മാനം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ക്യാമറ കട്ട് ചെയ്തതിനു ശേഷം പറയാം. ആണോ? ഞാൻ കൈ തൊട്ടിട്ടില്ല. നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടാണ് ചെയ്തത്. അതെ, മണ്ണൊക്കെ കഴുകി വൃത്തിയാക്കി. ഇവനാണ് നിങ്ങൾ എന്തായാലും ഞാൻ പോട്ടെ ബാത്റൂമിൽ. അപ്പൊ എന്നാല് ഇതിന്റെ ശരിക്കുള്ള റിസൾട്ട് 2 ദിവസത്തിന് ശേഷം വരുന്നതായിരിക്കും അല്ലേ? ഇപ്പൊ ഒഫീഷ്യലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന സ്റ്റോറി ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. ഇതിന് പ്രശ്നം പറ്റില്ല, ഇത് സേഫാ. ഗായ്സ്, അപ്പൊ നമ്മുടെ റിസൾട്ടില് ഗായ്സ് ഒക്കെ നമ്മുടെ തടിയൻ നാള്. അയ്യോ അയ്യോ അയ്യോ, എന്തൊക്കെ ഡയലോഗായിരുന്നു ആദ്യം. അതാണ് ഇതാണ്, കാണാം മറിക്കാം മലപ്പുറം കത്തി. അവസാനം എഡ്വിനായി. എന്താടാ പോട്ട് ഞങ്ങള് ജയിക്കുന്ന പറഞ്ഞില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം ഗായ്സ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ പാർട്ട് 2 ബർഗറിന് വരെ പിസ്സ വെക്കാം. അപ്പൊ അപ്പോഴെങ്കിലും ജയിക്കുവോ? അപ്പൊ ജയിക്കും. എന്തായാലും ഗായ്സ് ഓക്കെ നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ പാർട്ട് 2 വേണമെന്നുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം. സോ ഗായ്സ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. ആൻഡ് അടിപൊളി കിടില വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.